പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുക, പരിപാടിക്കിടയിൽ കുഴഞ്ഞു വീണ് മരിക്കുക, ജിമ്മിൽ വർക്കൗട്ടിൻ്റെ ഇടയിൽ കുഴഞ്ഞു വീണ് മരിക്കുക. എന്താണ് ഈ പെട്ടെന്നുള്ള മരണം അഥവാ സഡൻ കാർഡിയാക് ഡെത്ത്? തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു പ്രവൃത്തിയുടെ ഇടയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ബോധം പോവുക, ഹൃദയം നിൽക്കുക. ഇതാണ് ഈ സഡൻ കാർഡിയാക് ഡെത്ത്. ഇതിൻ്റെ തോത് ഈയിടെയായിട്ട് വളരെയധികം വർദ്ധിച്ചു വരുന്നതായി കാണപ്പെടുന്നുണ്ട്. ഹൃദയ സംബന്ധമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാരണം മയോകാർഡിയൽ ഇൻഫാക്ഷൻ അഥവാ ഹൃദയാഘാതം തന്നെയാണ്. രണ്ടാമത്തേതായി എറിത്മിയാസ്, മൂന്നാമതായിട്ട് പൾമണറി എംബോളിസം. എന്താണ് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ? അതായത് നെഞ്ചിനുള്ളിൽ തോന്നുന്ന വേദന, രണ്ട് തോൾ പലകകൾക്കിടയിലും തോന്നുന്ന വേദന, അല്ലെങ്കിൽ അമിതമായി വിയർക്കുക, തലകറക്കം, ഛർദി, പിന്നെ നെഞ്ചെരിച്ചിൽ. ഇതെല്ലാം ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമായിട്ട് വരാം. ഡയബറ്റിസ് ഉള്ള ആൾക്കാർക്ക് ഇതൊന്നും ചിലപ്പോൾ അനുഭവപ്പെടണമെന്നേ ഇല്ല. നടക്കുമ്പോൾ ഉള്ളൊരു കിതപ്പ് മാത്രമായിട്ട് അനുഭവപ്പെടാം. രണ്ടാമത്തത് ഹൃദയ താളത്തിലുള്ള വ്യത്യാസം, അതായത് എറിത്മിയാസ്. അഥവാ നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ അമിതമായി ക്രമാതീതമായി നെഞ്ചിടിപ്പ് തോന്നുകയാണെങ്കിൽ, അതിൻ്റെ കൂടെ നെഞ്ച് വേദനയോ തലകറക്കമോ അനുഭവപ്പെടുകയാണെങ്കിൽ ഡോക്ടറെ സമീപിക്കണം, ഇവാലുവേറ്റ് ചെയ്യണം. ചിലപ്പോൾ സ്ട്രക്ചറലായിട്ടുള്ള ഹാർട്ട് ഡിസീസ്, അതായത് ഹൃദയത്തിൻ്റെ മസിലുകളുടെ പ്രശ്നം കാരണം വരാം. അത് HOCM അല്ലെങ്കിൽ ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഹാർട്ട് ഡിസീസ്. അതായത് ഫാമിലിയിൽ ആർക്കെങ്കിലും ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രായത്തിലെത്തുമ്പോൾ എന്തായാലും അതിനു വേണ്ടി സ്ക്രീൻ ചെയ്യണം. ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ എന്ത് അമിതമായ കഠിനമായ അധ്വാനത്തിലേക്ക് തിരിയുന്നതിന് മുമ്പേയും, അഥവാ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റീറ്റീവ് സ്പോർട്സിൽ പോവുക, അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുന്നതിന് മുന്നേ എന്തായാലും ഒരു ഡോക്ടറുടെ സേവനം തേടേണ്ടത് ആവശ്യമാണ്.